ചില മാധ്യമപ്രവർത്തകർ വാർത്തകളെ പ്ലേസ് ചെയ്യുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ചിലർ പറയുകയാണ്, ചില ആദ്യം വന്ന വാർത്ത സുധാകരനെ മാറ്റി. സ്വാഭാവികമായിട്ടും ഒരു KPCC പ്രസിഡന്റോ ഏത് പദവിയിലും ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് മാറുകയില്ലേ? അത് മാറ്റി എന്ന് പറയുന്നതാണോ എന്തോ ഒരു നെഗറ്റീവ് കണോട്ടേഷനിലാണ് കൊടുക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം, ചില മാധ്യമ സമീപനങ്ങളുടെ ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല. വയനാട്ടിൽ CPM സമ്മേളനം നടക്കുമ്പോൾ CPMൻ്റെ നിലവിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിലേക്ക് പോയി. CPMൻ്റെ നിലവിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി ഗഗാറിൻ, ആ ഗഗാറിൻ തെരഞ്ഞെടുപ്പിൽ, പാർട്ടിക്കകത്ത തെരഞ്ഞെടുപ്പിൽ അയാളെ പരാജയപ്പെടുത്തി, ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തി DYFIയുടെ ഒരു യുവ നേതാവ് ജില്ലാ സെക്രട്ടറിയായി. അത് കോൺഗ്രസിനകത്താണ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു ജില്ലാ DCCയിൽ ഒരു DCC പ്രസിഡന്റ് മാറി ഒരു ചെറുപ്പക്കാരൻ വരുന്നതെങ്കിൽ നിങ്ങളെന്താ വാർത്ത കൊടുക്കുക? കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി. നിങ്ങൾ CPMൽ പൊട്ടിത്തെറി എന്ന് വാർത്ത കൊടുത്തില്ല എന്ന് മാത്രമല്ല, യുവരക്തമായി CPM എന്ന് പറയുന്ന തലക്കെട്ടാണ് വരുന്നത്. ആ തലക്കെട്ടിനകത്തൊക്കെ ചില പ്രശ്നങ്ങൾ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ഞാനിനിയും രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, തിരുവനന്തപുരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയിട്ടയാൾ BJPയുമായി, കേരള BJP ഘടകവുമായി പുലബന്ധം പോലും ഇല്ലാതിരുന്ന ഒരാൾ, ആ ആൾ BJP പ്രസിഡന്റായിട്ട് BJPയിലെ തർക്കങ്ങളുടെ ഭാഗം, പൊട്ടിത്തെറിയുടെ ഭാഗം എന്നാണോ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രം, അത് പോസിറ്റീവ് എൻഡിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. ബോധപൂർവം നമ്മൾ ഈ പുതുതലമുറ വാക്കിൻ്റെ ഭാഗമായി കുത്തിത്തിരിപ്പെന്ന് പറയുന്നതുള്ള വാർത്തകൾ കൊടുക്കുന്നത് നിങ്ങളെ തന്നെ വിലയിരുത്തുക. പ്രവർത്തകർ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടീമാണ്. ആ ടീമിനെ ചില മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഐക്യമില്ല എന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചാലൊന്നും ഐക്യമില്ലാതെ പോകുന്നൊന്നുമല്ല. ഇത് വളരെ ഐക്യത്തോടു കൂടി 2025 ആണ്ടിൽ, അത് ശ്രീ MV ഗോവിന്ദന് വേണ്ടിയിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ടും ചില മാധ്യമപ്രവർത്തകർ എത്രയൊക്കെ പണിയെടുത്താലും 2025 ആണ്ടിൽ അതിശക്തമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ തരംഗം സൃഷ്ടിക്കും. 2026 ആണ്ടിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും ഈ ടീം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു തരത്തിലുള്ള അതൃപ്തി ഇല്ല എന്ന് തന്നെയാണ്. സുധാകരൻ അദ്ദേഹം ഡൽഹിക്ക് പോകുന്നില്ല എന്ന തരത്തിൽ വരുന്നുണ്ട്. ഞാൻ ഈ വാർത്തകളെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞത്, ഈ വാലും തലയും ഇല്ലാത്ത വാർത്തകൾ എന്ന് നമ്മൾ ചില വാർത്തകളെ പറ്റി പറയും. ഇന്നത്തെ വാർത്ത ചില മാധ്യമപ്രവർത്തകർ എങ്ങനെ കൊടുത്തത്? ചിലർ DCC പ്രസിഡന്റുമാരെ പലരെയും മാറ്റിക്കഴിഞ്ഞു, അതിനു വേണ്ടിയിട്ട് അടിയന്തരമായി വിളിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ എല്ലാ PCCകളും, പുതുതായി നിശ്ചയിക്കപ്പെടുന്ന എല്ലാ PCCകളും AICC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച എന്ന് പറയുന്ന പാർട്ടിയുടെ പതിവ് രീതിയാണ്. അതെന്തോ ഇവരെ ഡൽഹിയിലേക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിളിപ്പിച്ച് എന്തോ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. അത് PCCയുടെ പുതിയ ടീമാണ് എപ്പോഴും പോകാറുള്ളത്. ശ്രീ K സുധാകരൻ AICCയുടെ ടീമിൻ്റെ ഭാഗമായി ഉയർത്തപ്പെട്ട ആളാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി ഉയർത്തപ്പെട്ട ആളാണ്. PCCയുടെ പുതിയ ടീം, നിങ്ങൾ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കൂ. ഏത് സ്റ്റേറ്റിനെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താലും ഒരു പുതിയ PCC വരുമ്പോൾ ആ PCCയുടെ ആളുകൾ AICC അധ്യക്ഷനെ കാണുക, പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയെ കാണുക, ശ്രീമതി സോണിയാഗാന്ധിയെ കാണുക, ശ്രീ KC വേണുഗോപാലിനെ കാണുക എന്നുള്ളത് എല്ലാ സ്റ്റേറ്റിൻ്റെയും കീഴ്വഴക്കാണ്. ആ കീഴ്വഴക്കം തന്നെയാണ് കേരളത്തിൽ നടന്നത്. ആ AICCയുടെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്ന AICC വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസിൻ്റെ പരമോന്നതമായ വർക്കിംഗ് കമ്മിറ്റി, പരമോന്നതമായ സഭയാണ് AICC വർക്കിംഗ് കമ്മിറ്റി. ആ AICC വർക്കിംഗ് കമ്മിറ്റിയിലെത്തിയ ശ്രീ K സുധാകരന് അങ്ങനെ കേരളത്തിലെ ടീമിനോടൊപ്പം പോകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ KC വേണുഗോപാൽ ഈ പങ്കെടുക്കുന്നുണ്ടോ? പോട്ടെ, അദ്ദേഹം അവിടെ അതിൻ്റെ ഭാഗമാണ്. ശ്രീ രമേശ് ചെന്നിത്തല വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ, അദ്ദേഹം പോകുന്നുണ്ടോ? അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ചോയ്സ് വെച്ചിട്ടായിരിക്കാം. ഞാൻ പറഞ്ഞത്, വിളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇന്നുള്ള മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ. ഞാനിതിൻ്റെ ഇൻറ്റേർണലിൽ നിൽക്കുന്ന ആളല്ലേ. ഈ ഇൻറ്റേർണൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിർബന്ധമായി പോകേണ്ടത് AICCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ടീമിനാണ്. ആ ടീമാണ് അവിടെ എത്തുന്നത്. അദ്ദേഹം KPCC ടീമല്ല, അദ്ദേഹം AICCയുടെ നേതാവാണ്. ശ്രീ K സുധാകരൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VD സതീശൻ, അവരൊക്കെ AICCയുടെ നേരത്തെ തീരുമാനിക്കപ്പെട്ട ടീമാണ്. അപ്പോൾ KPCCയുടെ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടല്ല, അതൊരു കീഴ്വഴക്കമാണ്. നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകൾ ക്രോസ് ചെക്ക് ചെയ്യൂ. നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യൂ. ഇനിയും ശ്രീ K സുധാകരൻ, അദ്ദേഹം എന്തെങ്കിലും അതിർത്തി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു ചിത്രം ഇന്ന് ചില മാധ്യമപ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്, ചില ദൃശ്യമാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ശ്രീ സണ്ണി ജോസഫിൻ്റെ തലയിൽ തൊട്ടനുഗ്രഹിക്കുന്ന ശ്രീ കെ സുധാകരൻ്റെ ചിത്രം. നിങ്ങൾക്ക് അങ്ങനെ എത്ര ചിത്രങ്ങൾ കാണാൻ പറ്റും?
മറ്റു പാർട്ടികളിൽ? MA ബേബി എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ കോഴിക്കോട്ടെ DCC ഓഫീസുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തെ പറ്റി നിങ്ങളെല്ലാവരും പരിഹസിച്ച് വലിയ വാർത്തകൾ ചെയ്തല്ലോ. ഒരു പാർട്ടി, നിങ്ങൾ ഇതുപോലെ പാർട്ടിയുടെ സംവിധാനം ഏത് പാർട്ടിയിലാണ് ഉള്ളത്? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഓഫീസ്, അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? പോളിറ്റ് ബ്യൂറോ മെമ്പർ. പാർട്ടിയുടെ ടേംസിലാണല്ലോ നോക്കേണ്ടത്. പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കന്മാരോടൊപ്പം 4ാം നിരയിൽ CPMൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി നിൽക്കുന്നു. എത്ര മാധ്യമങ്ങൾ അതിനെ ഈ തരത്തിൽ മാധ്യമ വിചാരണയുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്ത എത്ര മാധ്യമങ്ങളാണ്?